ജോർജ് കള്ളിവലിൽ നമ്മൾ തിരിച്ചു വരികയാണെങ്കിൽ ഇതേ ചോദ്യം തന്നെ മോദിക്കെതിരെ അതിനിശിതമായ വിമർശനമാണ് ഒരു മുൻ ഗവർണർ ഉന്നയിക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു അവസ്ഥ എന്തായിരിക്കും? അതല്ലെങ്കിൽ നമുക്കറിയാം, പ്രതിപക്ഷ ശബ്ദങ്ങൾ അല്ലെങ്കിൽ മോദിക്കെതിരെ കേന്ദ്ര ഗവൺമെൻറ്റിനെതിരെ ശബ്ദമുയർത്തുന്ന എല്ലാവരും ഒന്നുകിൽ ജയിലിലേക്ക് പോകുന്നു, അല്ലെങ്കിൽ അവർ കേന്ദ്ര സർക്കാരിൻ്റെ ഒപ്പമായി ചേരുന്ന ഒരു അവസ്ഥയാണ് നാം കണ്ടുവരുന്നത്. അപ്പോൾ ഇത്തരത്തിൽ എന്തായിരിക്കും സത്യപാൽ മാലിക്കിൻ്റെ ഒരു അവസ്ഥ അല്ലെങ്കിൽ മുമ്പോട്ടുള്ള ദിവസങ്ങളിൽ? സർക്കാരിനെ വിമർശിക്കുന്ന ആരായാലും അവരെ പലതരത്തിൽ അവരെ തളർത്താനും അവർക്കെതിരെ കേന്ദ്ര അന്വേഷണ ഏജൻസികളെ ഉപയോഗിക്കാനും ഒക്കെ മറയില്ലാതെ വരുന്നു എന്നതാണ്. സത്യം തുറന്നു പറയുന്നവരെ ആരായാലും അവരുടെ വായടപ്പിക്കും ആണ് ഈ റെയ്ഡെന്ന് ഇന്ന് കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ ഈ സത്യപാൽ മാലിക്കിന്റെ വീട്ടിലെ റെയ്ഡിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. സത്യപാൽ മാലിക്കിന്റെ കാര്യത്തില് അദ്ദേഹം ഈ കിരു ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്രോജക്റ്റ് എന്ന് പറയുന്ന ചെനാബ് നദിയിലെ, ജമ്മു കാശ്മീരിലെ ചെനാബ് നദിയിലെ ഈ ജലവൈദ്യുത പദ്ധതിയിൽ അഴിമതി, എനിക്ക് 200 കോടി കൈക്കൂലി തരാൻ ഞാൻ ഗവർണറായിരിക്കെ എന്നെ സമീപിച്ചവരുണ്ടെന്നും അവർക്കെതിരെ നടപടിയെടുക്കണമെന്നുമാണ് അദ്ദേഹം നേരത്തെ ആവശ്യം. അപ്പോ അങ്ങനെ അതാരെന്ന് അന്വേഷിക്കുകയോ അവർക്കെതിരെ നടപടിയെടുക്കുകയോ ചെയ്യുകയോ അല്ല ചെയ്തത്. അഴിമതിക്ക് എതിരെ ശബ്ദമുയർത്തിയ ആളെ അഴിമതിയുടെ പേരിൽ കൊടുക്കാനാണ് ഇപ്പോൾ നടക്കുന്നത്. ഇതൊക്കെ കൊടുക്കുമൊന്നുമില്ല, കുറെ കഴിയുമ്പോൾ തെളിവൊന്നും ഇല്ലാതെ. നമുക്കറിയാം മിക്ക റെയ്ഡുകളും അങ്ങനെ തന്നെയാണ്. അവിടെ ശബ്ദമുയർത്തുന്ന ആരായാലും അവർക്കെതിരെ ഒരു പലതരത്തിലുള്ള ED ആയിക്കോട്ടെ, നമുക്കറിയാം ഇവിടെ മാധ്യമങ്ങൾ, സ്ഥാപനങ്ങൾ അറിയാം. ജോർജ് കള്ളിവലിൽ ഒരൊറ്റ സംശയം മാത്രമേ ഉള്ളൂ. ശ്രീ ജോർജ് കള്ളിവലിൽ, എന്തുകൊണ്ടായിരിക്കാം BJP അദ്ദേഹത്തിന് നിരവധി സ്ഥാനമാനങ്ങൾ നൽകിയിട്ടുണ്ട്, മന്ത്രിയാക്കിയിട്ടുണ്ട്, 4 സംസ്ഥാനങ്ങളിലെ ഗവർണറാക്കിയിട്ടുണ്ട്, എന്നിട്ടും അദ്ദേഹം ഇത്തരത്തിലൊരു വിമർശനത്തിന്റെ പാതയിലേക്ക് പോകാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം കൂടി ഒന്ന് വ്യക്തമാക്കാൻ സാധിക്കുമോ? അതിനുശേഷം മിഥുനിലേക്ക് പോകാം. അദ്ദേഹം BJPയുടെ ഏറ്റവും അകത്ത ആളായതുകൊണ്ടാണല്ലോ അദ്ദേഹത്തെ മേഘാലയയിൽ ആദ്യം ഗവർണറായി വെച്ചത്. പക്ഷെ മേഘാലയ ഗവർണർ ആയിരുന്ന കാലത്ത് തന്നെ അദ്ദേഹം മോദിക്കെതിരെ വിമർശനങ്ങളുടെ ഒരു തുടക്കമിട്ടിരുന്നു. പക്ഷെ അത് കഴിഞ്ഞ് സന്ധ്യ ഉണ്ടായിട്ടായിരിക്കും ഏറ്റവും സുപ്രധാനമായ ജമ്മു കാശ്മീരിലെ, അവിടെ നമുക്കറിയാം അദ്ദേഹം ചെന്ന ഉടനെ തന്നെയാണ് നിയമസഭ പിരിച്ചുവിട്ടതും അവിടെ ഗവൺമെന്റ് ഉണ്ടാക്കിയത് 2018 എൻ്റെ ഓർമ്മ. അവിടെ BJPയും മുഹമ്മദ് ബസ്തിയുമായി ചേർന്നൊരു സർക്കാർ, ഒരിക്കലും നടക്കാൻ പാടില്ലാത്ത രീതിയിലുള്ള ഒരു ബദൽ സർക്കാരിനെയൊക്കെ, ആ നീക്കങ്ങൾക്കൊക്കെ എല്ലാ കാര്യത്തിലും അദ്ദേഹം BJPയെ സഹായിച്ചിരുന്ന ഒരാൾ. പക്ഷേ നമുക്കറിയാം, സത്യസന്ധതയുള്ളവർക്ക് എത്ര കാലം അടിമയായിട്ട് നിൽക്കാൻ കഴിയും? കണ്ട പുൽവാമയിലെ എന്താണ് സംഭവിച്ചത് എന്ന് അദ്ദേഹം സത്യസന്ധമായി രാജ്യത്തോട് തുറന്നു പറഞ്ഞു. ആ പുൽവാമയില് അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ വളരെയും സത്യമാണെന്ന് ബോധ്യപ്പെടുന്നതായിരുന്നു സാധാരണ ജനങ്ങൾക്ക്.